Good morning. Today we are going to discuss about the regulation of enzyme action. Enzymes are biochemical catalysts with controllable activity. So their action can be regulated positively or negatively, that is, stimulated or inhibited by substances called enzyme regulators or enzyme modifiers. എൻസൈംസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ്. അവർക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണുള്ളത്. അവരുടെ ആക്ഷൻ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് അവരെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇൻഹിബിറ്റ് ചെയ്യാനായിട്ടും പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ എൻസൈം റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ എൻസൈം മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. Positive regulators which accelerate or enhance enzyme action are called enzyme activators, and negative regulators which slow down or stop enzyme action are called enzyme inhibitors. പോസിറ്റീവ് ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് വിച്ച് ഇൻക്രീസ് റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ അതിനെയാണ് നമ്മൾ എൻസൈം ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. നെഗറ്റീവ് റെഗുലേറ്റേഴ്സ് വിച്ച് സ്ലോ ഡൗൺ അല്ലെങ്കിൽ സ്റ്റോപ്പ് ദ എൻസൈം ആക്ഷൻ അതിനെയാണ് നമ്മൾ എൻസൈം ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. Regulation of enzyme action is a major mechanism which controls and coordinates metabolic process. The regulation is affected by altering either the activity or the concentration of the enzyme. എൻസൈം ആക്ഷൻ്റെ റെഗുലേഷൻ എന്ന് പറഞ്ഞൊരു മേജർ മെക്കാനിസമാണ്. കാരണം അത് പല മെറ്റബോളിക് പ്രോസസ്സിനെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ റെഗുലേഷൻ അഫക്റ്റഡ് ആവുന്നത് ഒന്നല്ലെങ്കിൽ നമ്മളതിൻ്റെ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷനോ ഇത് അഫക്റ്റ് ചെയ്യുമ്പോഴാണ് റെഗുലേഷൻ ചേഞ്ച് ചെയ്യുന്നത്. The regulation of enzyme actions of two main kinds, namely allosteric modulation and covalent modification. എൻസൈം ആക്ഷൻ നമുക്ക് രണ്ട് ടൈപ്പിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് അലോസ്റ്ററിക് മോഡുലേഷൻ വഴിയും രണ്ടാമത്തത് കോവാലൻറ്റ് മോഡിഫിക്കേഷൻ വഴിയും. ഫസ്റ്റ് വൺ അലോസ്റ്ററിക് മോഡുലേഷൻ. This is a regulation of the functioning of allosteric enzymes by allosteric effectors or allosteric modulators which can interact with the allosteric sites of the enzyme. ഈ റെഗുലേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് അലോസ്റ്ററിക് ആയിട്ടുള്ള എൻസൈംസ് ആണ്. അലോസ്റ്ററിക് എൻസൈംസിൻ്റെ അലോസ്റ്ററിക് ഇഫക്റ്റേഴ്സ് ആണ് ആക്ച്വലി ഈ റെഗുലേഷൻ ക്യാരി ഔട്ട് ചെയ്യണത്. ഈ അലോസ്റ്ററിക് ഇഫക്റ്റേഴ്സ് അല്ലെങ്കിൽ അലോസ്റ്ററിക് മോഡുലേറ്റേഴ്സ് എൻസൈമിൻ്റെ അലോസ്റ്ററിക് സൈറ്റുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. സോ അലോസ്റ്ററിക് മോഡുലേഷൻ നടത്തുന്നത് അലോസ്റ്ററിക് എൻസൈംസ് ആണ്. അവർക്ക് അലോസ്റ്ററിക് മോഡുലേറ്റേഴ്സ് അല്ലെങ്കിൽ അലോസ്റ്ററിക് ഇഫക്റ്റേഴ്സ് വഴിയാണ് അവർ ആ റെഗുലേഷൻ നടത്തുന്നത്. അലോസ്റ്ററിക് മോഡുലേറ്റേഴ്സ് അലോസ്റ്ററിക് സൈറ്റ് എൻസൈമിൻ്റെ അലോസ്റ്ററിക് സൈറ്റിലാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അലോസ്റ്ററിക് റെഗുലേഷൻസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ഹാവിംഗ് ക്വാട്ടനറി സ്ട്രക്ചർ, ആക്റ്റീവ് സെൻറ്റർ ആൻഡ് വൺ ഓർ മോർ അലോസ്റ്ററിക് സൈറ്റ്സ്. അലോസ്റ്ററിക് റെഗുലേഷൻ കാണിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ്. അവർക്ക് ക്വാട്ടനറി സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. ആക്റ്റീവ് സൈറ്റ് കൂടാതെ ഒന്നിൽ കൂടുതൽ അലോസ്റ്ററിക് സൈറ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റും അലോസ്റ്ററിക് മോഡുലേഷൻ കാണിക്കുന്ന അലോസ്റ്ററിക് എൻസൈംസിനുണ്ട്. അതിന് എക്സാമ്പിളാണ് പൈറുവേറ്റ് കൈനേസ്, അസ്പാർട്ടേറ്റ്, ട്രാൻസ് കാർബമൈലേസ് എക്സെട്ര. ആക്റ്റീവ് സൈറ്റ് is for the binding of the actual substrate and allosteric site are for the binding of allosteric regulators. ആക്റ്റീവ് സൈറ്റിലാണ് ആക്ച്വൽ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അലോസ്റ്ററിക് സൈറ്റിലാണ് അലോസ്റ്ററിക് റെഗുലേറ്റേഴ്സ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. These regulators include several metabolites, hormones, coenzymes and metallions. ഈ റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മെറ്റബോളൈറ്റ്സ് ആവാം, ഹോർമോൺസ് ആവാം, കോഎൻസൈംസ് ആവാം, മെറ്റലയോൺസും ആവാം. Binding of the modulator molecule at the allosteric site causes a change in the tertiary structure of the enzyme and alters the conformation of its active site. ഇനി മോഡുലേറ്റർ മോളിക്യൂൾ അലോസ്റ്ററിക് സൈറ്റ്, അതായത് ആക്റ്റീവ് സൈറ്റ് കൂടാണ്ട് ചില എൻസൈംസിനുള്ളൊരു സൈറ്റായിരുന്നു അലോസ്റ്ററിക് സൈറ്റ്. അപ്പോൾ മോഡുലേറ്റർ വന്ന് അലോസ്റ്ററിക് സൈറ്റിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻസൈമിൻ്റെ ടെർഷറി സ്ട്രക്ചറിനാണ് മോഡിഫിക്കേഷൻ സംഭവിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൻ്റെ കൺഫർമേഷനിന് വ്യത്യാസം വരും. This in turn increases or decreases affinity between the enzyme and the substrate and thereby activates or inhibits enzyme action. This is called allosteric modulation of enzyme action. അലോസ്റ്ററിക് സൈറ്റിൽ മോഡുലേറ്റർ വന്ന് ബൈൻഡ് ചെയ്യുന്ന വഴി അതിൻ്റെ ടെർഷറി സ്ട്രക്ചർ, എൻസൈമിൻ്റെ ടെർഷറി സ്ട്രക്ചറിന് വ്യത്യാസം വരും. അതുവഴി അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൻ്റെ കൺഫർമേഷനും ഓൾട്ടർ ചെയ്ത് വരും. ഇതുവഴി എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിലുള്ള അഫിനിറ്റി ഒന്നല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യാണ് എൻസൈം ആക്ഷനെ. ഡിക്രീസിങ് ആണ് എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിലുള്ള ബൈൻഡിങ് അഫിനിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് എൻസൈം ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ അലോസ്റ്ററിക് മോഡുലേഷൻ ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത്. Positive regulators accelerate enzyme action and speed up the catalytical conversion of the substrate. They are called allosteric activators. പോസിറ്റീവായിട്ടുള്ള മോഡുലേറ്റേഴ്സ് എൻസൈമിൻ്റെ ആക്ഷൻ
ആക്സിലറേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്പീഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റാക്കി മാറ്റാനുള്ള കാറ്റലിറ്റിക്കൽ എഫിഷ്യൻസി അവർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ അലോസ്റ്ററിക് ആക്ടിവേറ്റേഴ്സ് എന്ന് പറയും. ഓൺ ദ അതർ ഹാൻഡ് നെഗറ്റീവ് മോഡുലേറ്റേഴ്സ് റീറ്റാർഡ് ദ കാറ്റലിറ്റിക്കൽ കൺവേർഷൻ ആൻഡ് ദേ ആർ കോൾഡ് അലോസ്റ്ററിക് ഇൻഹിബിറ്റേഴ്സ്. നെഗറ്റീവ് റെഗുലേറ്റേഴ്സ് ആണെങ്കിൽ അവർ സബ്സ്ട്രേറ്റിനകത്തേക്ക് എൻസൈമിനകത്തേക്ക് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നതിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അത് അവർ ഡിക്രീസ് ചെയ്യുവാണ് കാറ്റലിറ്റിക്കൽ കൺവേർഷൻ. സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റാക്കി മാറ്റാനുള്ള കാറ്റലിറ്റിക്കൽ കൺവേർഷൻ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരെ നമ്മൾ അലോസ്റ്ററിക് ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കും. The positive effect of activators is called positive cooperativity and the negative effect of inhibitors is called negative cooperativity. ഇനി ആക്ടിവേറ്റേഴ്സിൻ്റെ ആ പോസിറ്റീവ് ഇഫക്റ്റിന് നമ്മൾ പോസിറ്റീവ് കോപ്പറേറ്റിവിറ്റി എന്നും ഇൻഹിബിറ്റേഴ്സിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റിന് നമ്മൾ നെഗറ്റീവ് കോപ്പറേറ്റിവിറ്റി എന്നുമാണ് പറയുന്നത്. Activators and inhibitors may exhibit different degrees of specificity to their respective allosteric sites as in case with active centers. ആക്ടിവേറ്റേഴ്സിനും ഇൻഹിബിറ്റേഴ്സിനും ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് സ്പെസിഫിസിറ്റി ആണ് അവരുടെ അലോസ്റ്ററിക് സൈറ്റ്സുമായിട്ടുള്ളത് ആസ് ഇൻ ദ കേസ് വിത്ത് ആക്റ്റീവ് സെൻറ്റേഴ്സ്. ഇത് അലോസ്റ്ററിക് മോഡുലേഷൻ കാണിച്ചുകൊണ്ടുള്ളൊരു ഡയഗ്രമാണ്. ഇതിനകത്ത് ആ പ്രോട്ടീൻ അല്ലെങ്കിൽ എൻസൈം ഇവിടെ കാണിച്ചിരിക്കുന്ന ആ പ്രോട്ടീൻ അല്ലെങ്കിൽ എൻസൈമിന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ആക്റ്റീവ് സൈറ്റും ഉണ്ട്, ഒരു അലോസ്റ്ററിക് സൈറ്റും ഉണ്ട്. ആക്റ്റീവ് സൈറ്റിനകത്താണ് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അലോസ്റ്ററിക് സൈറ്റിലാണ് മോഡുലേറ്റർ അല്ലെങ്കിൽ ഇഫക്റ്റർ മോളിക്യൂൾ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഇനി അത് പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് എങ്കിൽ, പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ്, അതായത് ആക്ടിവേറ്റർ ആണ് വന്ന് അലോസ്റ്ററിക് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യണമെങ്കിൽ സബ്സ്ട്രേറ്റിന് എൻസൈമിനോടുള്ള അഫിനിറ്റി ഇൻക്രീസ് ചെയ്യും. പെട്ടെന്ന് തന്നെ അത് സബ്സ്ട്രേറ്റും പ്രോഡക്റ്റും എൻസൈമുമായിട്ട് മാറും. ഇനി ഇൻഹിബിറ്റർ ആണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് എങ്കിൽ സബ്സ്ട്രേറ്റിന് എൻസൈമുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ലിറ്റിൽ എമൗണ്ട് ഓഫ് ബൈൻഡിങ് ആയിരിക്കും ഉണ്ടാവുക. അതുവഴി നോ അല്ലെങ്കിൽ ലിറ്റിൽ പ്രോഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇതും അലോസ്റ്ററിക് മോഡുലേഷൻ കാണിച്ചുകൊണ്ടുള്ളൊരു ഡയഗ്രമാണ്. അതിനകത്ത് ഫസ്റ്റ് നോക്കിയ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് അലോസ്റ്ററിക് എൻസൈം ആക്ടിവിറ്റി. ആക്റ്റീവ് സൈറ്റ് നോക്കിയ ആക്റ്റീവ് സൈറ്റിനകത്ത് ആക്റ്റീവ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ കറക്റ്റ് കൺഫർമേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആണ്. സബ്സ്ട്രേറ്റിൻ്റെ കറക്റ്റ് കൺഫർമേഷനാണ് സംഭവിച്ചേക്കുന്നത്. അതുകൊണ്ട് സബ്സ്ട്രേറ്റിന് വന്ന് ബൈൻഡ് ചെയ്യാനാവും പറ്റും. അങ്ങനെ ബൈൻഡ് ചെയ്യുന്ന എപ്പോഴും അലോസ്റ്ററിക് സൈറ്റിൽ അലോസ്റ്ററിക് ആക്ടിവേറ്റർ ആണ് ബൈൻഡ് ചെയ്തത് എങ്കിൽ, ആക്റ്റീവ് എൻസൈം ആകുമ്പം അലോസ്റ്ററിക് ആക്ടിവേറ്റർ ആയിരിക്കും ബൈൻഡ് ചെയ്തേക്കുന്നത്. അതുവഴി കറക്റ്റായിട്ടുള്ള കൺഫർമേഷൻ ആയിരിക്കും സബ്സ്ട്രേറ്റിന് കിട്ടുക. അതുവഴി സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്ത് പ്രൊഡക്റ്റായിട്ട് മാറാനായിട്ട് പറ്റും. ഇനി ഇനാക്റ്റീവ് എൻസൈം ആണെങ്കിൽ അവിടെ അലോസ്റ്ററിക് ഇൻഹിബിറ്റർ ആണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഇൻകറക്റ്റ് ആയിട്ടൊരു കൺഫർമേഷൻ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ആക്റ്റീവ് സൈഡിൽ. അതുകൊണ്ട് സബ്സ്ട്രേറ്റിന് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സെയിം കാര്യം തന്നെയാണ് താഴത്തെ ഡയഗ്രത്തിനകത്തും കാണിച്ചിരിക്കുന്നത്. അലോസ്റ്ററിക് ആക്ടിവേറ്റർ ആണ് ബൈൻഡ് ചെയ്തതെങ്കിൽ സബ്സ്ട്രേറ്റിന് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അലോസ്റ്ററിക് ഇൻഹിബിറ്റർ ആണ് വന്ന് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ട്രേറ്റിന് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. Some enzymes may have several allosteric sites. Some of these sites are specific to the allosteric activators and others to allosteric inhibitors. ചില എൻസൈംസിന് കുറേയധികം അലോസ്റ്ററിക് സൈറ്റ്സ് ഉണ്ടാവാറുണ്ട്. ചില സൈറ്റ്സ് ആക്ടിവേറ്റേഴ്സിന് സ്പെസിഫിക് ആയിരിക്കും, ചിലത് ഇൻഹിബിറ്റേഴ്സിന് സ്പെസിഫിക് ആയിരിക്കും. Binding of the allosteric activator with the allosteric site causes favorable conformational changes in the active center. അലോസ്റ്ററിക് ആക്ടിവേറ്റർ അലോസ്റ്ററിക് സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്ന വഴി ഫേവറബിൾ ആയിട്ടുള്ളൊരു കൺഫർമേഷണൽ ചേഞ്ചസ് ആയിരിക്കും ആക്റ്റീവ് സൈറ്റിനകത്ത് സംഭവിക്കുക. ദീസ് ചേഞ്ചസ് പ്രൊമോട്ട് ദ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിങ്, ഡിക്രീസിങ് ദ KM ആൻഡ് ഇൻക്രീസിങ് ദ Vmax. ഈ ചേഞ്ചസ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അവർ KM വാല്യൂവിനെ ഡിക്രീസ് ചെയ്യുകയും Vmaxനെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. This in turn accelerates enzyme action and brings about quick catalytical conversion of the substrate. ഇതുവഴി എൻസൈം ആക്ഷൻ സ്പീഡപ്പ് ചെയ്യും. അതുവഴി ക്യുക്കായിട്ട് തന്നെ സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റാക്കി മാറ്റാനായിട്ട് പറ്റും. On the other hand, binding of the allosteric inhibitor causes unfavorable conformational changes in the active site. This in turn prevents enzyme substrate complexing, increases the KM or decreases the Vmax and inhibits the catalytical conversion of the substrate. ഇനി അലോസ്റ്ററിക് ഇൻഹിബിറ്റർ ആണ് വന്ന് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ, അലോസ്റ്ററിക് സൈഡിൽ അലോസ്റ്ററിക് ഇൻഹിബിറ്റർ വന്ന് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ളൊരു കൺഫർമേഷണൽ ചേഞ്ച് ആണ് ആക്റ്റീവ് സൈറ്റിൽ ഉണ്ടാവുക. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യും. KM വാല്യൂ ഇൻക്രീസ് ചെയ്യും, Vmax ഡിക്രീസ് ചെയ്യും. അതുവഴി കാറ്റലിറ്റിക്കൽ കൺവേർഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് ഇൻ ടു ദ പ്രോഡക്റ്റ്, സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാനുള്ള കപ്പാസിറ്റി ഇൻഹിബിറ്റഡ് ആയി മാറുകയാണ് ചെയ്യുന്നത്.
Allosteric inhibition can be partially reversed by the addition of substrate. Substrate ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലോസ്റ്ററിക് ഇൻഹിബിഷൻ നമുക്ക് പാർഷ്യലായിട്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. Allosteric enzymes are highly responsive to metabolic changes, so they play a vital role in cellular metabolism. Allosteric enzymes highly responsive ആണ് മെറ്റബോളിക് ചേഞ്ചസിന്, അതുകൊണ്ട് തന്നെ അവർ വൈറ്റൽ റോളാണ് സെല്ലുലാർ മെറ്റബോളിസത്തിൽ എടുക്കുന്നത്. They take strategically important key positions in metabolic pathways and control the metabolic rate. അവർ കീ പൊസിഷൻസ് ആണ് മെറ്റബോളിക് പാത്വേസിൽ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അവർ മെറ്റബോളിക് റേറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. Consequently, they are often called key enzymes or rate limiting enzymes. അതുകൊണ്ട് നമ്മൾ അവരെ key enzymes അല്ലെങ്കിൽ rate limiting enzymes എന്നും വിളിക്കാറുണ്ട്. Allosteric inhibitors are metabolically more important when the substrate concentration falls to a low level. Allosteric inhibitors മെറ്റബോളിക്കലി ഇമ്പോർട്ടൻ്റ് ആകുന്ന സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ലോ ലെവലിലോട്ട് ഫാൾ ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് അലോസ്റ്ററിക് ഇൻഹിബിറ്റേഴ്സ് മെറ്റബോളിക്കലി ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ഇൻ സച്ച് സിറ്റുവേഷൻ ദേ എക്സേർട്ട് സ്ട്രിക്റ്റ് കൺട്രോൾ ഓവർ എൻസൈം ആക്ഷൻ. ആ സമയത്ത് അവർ സ്ട്രിക്റ്റ് കൺട്രോളാണ് എൻസൈം ആക്ഷനിൽ എടുക്കുന്നത്. വെൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഗോസ് ഹൈ, ഇൻഹിബിറ്റേഴ്സ് ബിക്കം ലെസ് ആക്റ്റീവ് ആൻഡ് ആക്ടിവേറ്റേഴ്സ് ബിക്കം മോർ ആക്റ്റീവ്. ഇനി സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നന്നായിട്ടുണ്ട്, ആ എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റ് വളരെയധികമായിട്ട് മീഡിയത്തിൽ പ്രസൻ്റ് ആണ് എങ്കിൽ ഇൻഹിബിറ്റേഴ്സ് ലെസ് ആക്റ്റീവ് ആവും, ആക്ടിവേറ്റേഴ്സ് ആയിരിക്കും കൂടുതൽ ആക്റ്റീവായിട്ട് കാണാറുള്ളത്. തസ് allosteric modulation of enzyme action appears to be very significant in regulating metabolic rate and also in controlling and coordinating metabolic pathways. Allosteric modulation of enzyme action എന്ന് പറഞ്ഞാൽ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ് മെറ്റബോളിക് റേറ്റ് റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ മെറ്റബോളിക് പാത്വേസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് കോർഡിനേറ്റ് ചെയ്യാനും. നെക്സ്റ്റ് ഇതായിരുന്നു കോവാലൻറ്റ് മോഡിഫിക്കേഷൻ. ദിസ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് എൻസൈം ആക്ഷൻ either by the addition of a chemical group or atom into the enzyme molecule through covalent bonding or by the removal of chemical group or atom from an enzyme by cleaving a covalent bond. കോവാലൻറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഒന്നല്ലെങ്കിൽ ഒരു കെമിക്കൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ആറ്റത്തിനെ എൻസൈമിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് കോവാലൻറ്റ് ബോണ്ടിങ് നടത്താം, അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആറ്റത്തിനെ എൻസൈമിൽ നിന്ന് റിമൂവ് ചെയ്ത്, അതായത് ഒരു കോവാലൻറ്റ് ബോണ്ട് ക്ലീവ് ചെയ്തുകൊണ്ടും ഇവിടെ എൻസൈമിനെ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്നല്ലെങ്കിൽ കോവാലൻറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ കോവാലൻറ്റ് ബോണ്ട് ക്ലീവ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ നമ്മൾ എൻസൈംസിനെ മോഡിഫൈ ചെയ്യുന്നതിനാണ് കോവാലൻറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോസ്ഫോറിലേഷൻ, ഡീഫോസ്ഫോറൈലേഷൻ, adenylation, de-adenylation, etc. are the processes commonly involved in covalent modification. കോവാലൻറ്റ് മോഡിഫിക്കേഷനിൽ മെയിനായിട്ടുള്ള പ്രോസസ്സുകളാണ് ഫോസ്ഫോറൈലേഷൻ, ഡീഫോസ്ഫോറൈലേഷനും അഡനൈലേഷനും ഡീഅഡനൈലേഷനും. അഡീഷൻ ഓർ ഡിലീഷൻ മോഡിഫിക്കേഷൻസ് ആക്ടിവേറ്റ് സം എൻസൈംസ് ബട്ട് ഇനാക്ടിവേറ്റ് സം അതേഴ്സ്. ഇനി അഡീഷനും ഡിലീഷൻ മോഡിഫിക്കേഷൻസും ആണ് എങ്കിൽ ചില സമയത്ത് ചില എൻസൈംസിന് അത് ആക്ടിവേറ്റ് ചെയ്യാറുണ്ട്, ചിലതിനെ ഇനാക്ടിവേറ്റ് ചെയ്യാറുമുണ്ട്. ഫോർ എക്സാമ്പിൾ, glycogen synthetase is active and glycogen phosphorylase is inactive in the phosphorylated form. Glycogen synthesate എന്ന് പറയുന്നത് ആക്റ്റീവും ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് ഇനാക്റ്റീവുമാണ് ഫോസ്ഫോറിലേറ്റഡ് സ്റ്റേജിനകത്ത്. അതായത് ഗ്ലൈക്കോജൻ സിന്തറ്റേസ് ഫോസ്ഫോറിലേറ്റഡ് ആണ് എങ്കിൽ അത് ആക്റ്റീവ് ആയിരിക്കും, ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേറ്റഡ് ആണെങ്കിൽ അത് ഇനാക്റ്റീവ് ഫോമിലും ആയിരിക്കും. The differential effect of covalent modification is important in regulating and balancing reciprocal pathways, making one of them more active and the other one less active at the time. An example is the synthesis and breakdown of glycogen. ഇങ്ങനെയുള്ള കോവാലൻറ്റ് മോഡിഫിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ചില റെസിപ്രോക്കൽ പാത്വേസ്, അതായത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ചില റിയാക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കോവാലൻറ്റ് മോഡിഫിക്കേഷൻസ് വഴി ഒരു സമയത്ത് ഒരെണ്ണത്തിനെ ആക്റ്റീവാക്കി നിർത്താനും മറ്റൊരു സമയത്ത് അതിനെ ഇനാക്റ്റീവാക്കി നിർത്താനായിട്ടും പറ്റും. അതിന് എക്സാമ്പിളാണ് സിന്തസിസ് ആൻഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതാണ് എൻസൈം ആക്ടിവേഷൻ. മെനി എൻസൈംസ് ആർ നോട്ട് ആക്റ്റീവ് ബൈ ദംസെൽസ്, സോ ദേ ഡു നോട്ട് ഫങ്ഷൻ ഒപ്റ്റിമലി ഓർ ഡു ദേ ഫങ്ഷൻ അറ്റ് ഓൾ അൺലെസ് ആക്ടിവേറ്റഡ് ബൈ അതർ സബ്സ്റ്റൻസസ്. ചില എൻസൈംസ് ആക്റ്റീവേ അല്ല, അവർക്ക് തന്നെയായിട്ട് ആക്റ്റീവ് ആക്കാനേ പറ്റില്ല. അവരെ ഒന്നല്ലെങ്കിൽ അവർ ഒപ്റ്റിമൽ ഫങ്ഷൻ കാണിക്കില്ല, അല്ലെങ്കിൽ അവർ ഡു ദേ ഫങ്ഷൻ അറ്റ് ഓൾ, അവരൊരു ഫങ്ഷനും കാണിക്കാറേ ഇല്ല വേറെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അവരെ ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ എല്ലാ എൻസൈംസും എപ്പോഴും ആക്റ്റീവ് അല്ല, ചില എൻസൈംസ്
ഫങ്ഷൻ ഒരിക്കലും ഒപ്റ്റിമൽ ഫങ്ഷൻ കാണിക്കാറില്ല, അല്ലെങ്കിൽ അവർ ഫങ്ഷൻ ചെയ്യേയില്ല വേറെ സബ്സ്റ്റൻസുകൾ അവരെ ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ. സിമ്പിൾ എൻസൈംസ് ആർ ആക്ടിവേറ്റഡ് ഇൻ 3 ways. സിമ്പിൾ എൻസൈംസ് ആണെങ്കിൽ 3 മെത്തേഡ്സ് വഴി നമുക്ക് അവരെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബൈ സ്ട്രക്ചറൽ ചേഞ്ചസ്, ബൈ ദ ഇൻ്റർവെൻഷൻ ഓഫ് ഇനോർഗാനിക് അയോൺസ്, കോമൺലി മെറ്റൽ അയോൺസ് known as enzyme activators, by the action of kinases. Conjugated enzymes are activated by their cofactors. സിമ്പിൾ എൻസൈംസിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ് വഴി ഇനോർഗാനിക് ആയിട്ടുള്ള അയോൺസ് അല്ലെങ്കിൽ എൻസൈം ആക്ടിവേറ്റേഴ്സ് വഴി അല്ലെങ്കിൽ ബൈ കൈനേസസ് വഴിയും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കോൺജുഗേറ്റഡ് എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കോഫാക്ടേഴ്സ് തന്നെ വേണം. ആക്ടിവേഷൻ ഓഫ് സിമ്പിൾ എൻസൈംസ് ബൈ സ്ട്രക്ചറൽ ചേഞ്ചസ്. ഇതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി ആയിരുന്നു സിമ്പിൾ എൻസൈംസിനെ സ്ട്രക്ചറൽ ചേഞ്ചസ് വഴി ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ളത്. ആക്ടിവേഷൻ ഓഫ് സിമ്പിൾ എൻസൈംസ് ബൈ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻവോൾവ്സ് റിമൂവൽ ഓഫ് എ ഷോർട്ട് പെപ്റ്റൈഡ് ഫ്രം ദ ഇനാക്റ്റീവ് proenzyme followed by some structural changes in the enzyme molecule. This transforms the inactive proenzyme to the active enzyme. സിമ്പിൾ എൻസൈംസിനെ സ്ട്രക്ചറൽ ചേഞ്ചസ് വഴി മാറ്റുന്നതിന് ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ചില ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈംസിൽ നിന്ന് അല്ലെങ്കിൽ പ്രിക്കേഴ്സർ എൻസൈംസിൽ നിന്ന് അവരുടെ ഒരു ഷോർട്ട് പോളിപെപ്റ്റൈഡ് ചെയിനെ മാറ്റുകയും കുറച്ച് സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ എൻസൈം ആക്റ്റീവായിട്ട് മാറും. അതിന് എക്സാമ്പിളാണ് ആക്ടിവേഷൻ ഓഫ് ട്രിപ്സിനോജൻ ബൈ ട്രിപ്സിൻ. ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കുക എന്നുള്ളത് ആ ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ് വഴിയാണ് ട്രിപ്സിനോജൻ എന്ന് പറഞ്ഞ ഇനാക്റ്റീവ് ഫോമിനെ ട്രിപ്സിൻ എന്ന് പറഞ്ഞ ആക്റ്റീവ് ഫോമാക്കി മാറ്റുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ആക്ടിവേഷൻ ഓഫ് സിമ്പിൾ എൻസൈംസ് ബൈ ഇനോർഗാനിക് അയോൺസ്. ഇനോർഗാനിക് അയോൺസ് വഴി സിമ്പിൾ എൻസൈംസിനെ ആക്റ്റീവ് ഫോമിലോട്ടാക്കുക. ഇനോർഗാനിക് അയോൺസ് സ്റ്റിമുലേറ്റ് ദ എൻസൈം ആക്ഷൻ വിത്തൗട്ട് സെർവിങ് ആസ് എക്സ്പ്ലിറ്റ് പാർട്ടിസിപ്പൻസ് ഇൻ ദ റിയാക്ഷൻ. ഇനോർഗാനിക് അയോൺസ് എൻസൈമിൻ്റെ ആക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാറുണ്ട്. അതിനകത്ത് അവർ പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് റോളൊന്നും അതിന് പാർട്ടിസിപ്പൻസായിട്ട് വലിയ ഇമ്പോർട്ടൻറ്റ് റോളൊന്നും അതിനകത്ത് പ്ലേ ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് എൻസൈമിൻ്റെ ആക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ക്ലോറൈഡ് അയോൺസ് ആക്ടിവേറ്റ് സലൈവറി ആൻഡ് പാൻക്രിയാറ്റിക് അമൈലേസസ്. പാൻക്രിയാറ്റിക് ലിപ്പേസ് ഇസ് ആക്ടിവേറ്റഡ് ബൈ ബൈസോൾസ്, സോഡിയം ആൻഡ് പൊട്ടാസ്യം. ATPase is by sodium, potassium, calcium and magnesium. ഇനി ക്ലോറൈഡ് അയോൺസ് ആണ് സലൈവറി അമൈലേസിനെയും പാൻക്രിയാറ്റിക് അമൈലേസിനെയും, അതായത് ഇനോർഗാനിക് അയോൺസിന് എൻസൈമിൻ്റെ ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അതിന് എക്സാമ്പിളാണ് ക്ലോറൈഡ് അയോൺസ് സലൈവറി അമൈലേസിനെയും പാൻക്രിയാറ്റിക് അമൈലേസിനെയും ആക്ടിവേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ പാൻക്രിയാറ്റിക് ലിപ്പേസിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ബൈൽ സോൾട്ടും സോഡിയവും പൊട്ടാസ്യവും മതി. അതുപോലെ ATPases ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം മതി. ബൈവാലൻ കാറ്റയോൺസ് ആയിട്ടുള്ള മഗ്നീഷ്യം, അയൺ ആണ്, അയൺ, സിങ്ക്, മാംഗനീസ്, കൊബാൾട്ട് എന്നാണ് ടി വന്നിട്ടില്ല, ആക്ച്വലി ടി വന്ന തെറ്റിച്ചാണ്, നിക്കൽ എക്സെട്ര ആർ ഓൾസോ നോൺ ടു സ്റ്റിമുലേറ്റ് സം എൻസൈംസ്. മഗ്നീഷ്യത്തിനും അയണിനും സിങ്കിനും മാഗ്നസിനും കൊബാൾട്ടിനും നിക്കലിനും ഒക്കെ ചില എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനോർഗാനിക് ആക്ടിവേറ്റേഴ്സ് ആർ ഓഫ് 3 മേജർ കാറ്റഗറീസ് as follows. ഈ ഇനോർഗാനിക് ആക്ടിവേറ്റേഴ്സിനെ നമ്മൾ 3 മേജർ കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറിയാണ് ആക്ടിവേറ്റേഴ്സ് വിച്ച് ആക്ടിവേറ്റ് എൻസൈംസ് by entering into an obligatory interaction with free enzymes before enzyme substrate complexing. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചില ആക്ടിവേറ്റേഴ്സ് എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യും ബൈ ഇൻട്രാക്ടിങ് വിത്ത് ഫ്രീ എൻസൈംസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട്. അതിന് എക്സാമ്പിളാണ് സിങ്ക് 2+ഉം കൊബാൾട്ട് 2+ഉം കാർബോക്സി പെപ്റ്റിഡേസിനകത്തും കാർബോണിക് അൺഹൈഡ്രേസിനകത്തും ചെയ്യുന്നത്. അതുപോലെ മഗ്നീഷ്യം 2+ഉം മാംഗനീസ് 2+ ഇനോലേസി ചെയ്യുന്നത്. അതുപോലെ മാംഗനീസ് 2+ ഐസോസിട്രിക് ആസിഡ് ഡീഹൈഡ്രോജനേസിനകത്ത് ചെയ്യുന്നതും ഇങ്ങനെയാണ്. അതായത് അവർ എൻസൈം ആക്ടിവേറ്റ് ചെയ്യണതിന് മുമ്പ് അല്ലെങ്കിൽ ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്ന സാധനം ഒരു ഒബ്ലിഗേറ്ററി ഇൻട്രാക്ഷന് എൻസൈമുമായിട്ട് എൻ്റർ ചെയ്യും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിന് മുമ്പായിട്ട്. നെക്സ്റ്റ് ഇതാണ് കാറ്റഗറിയാണ് ആക്ടിവേറ്റേഴ്സ് വിച്ച് ആക്ടിവേറ്റ് എൻസൈംസ് ബൈ ആൻ ഒബ്ലിഗേറ്ററി ഇൻട്രാക്ഷൻ വിത്ത് ഫ്രീ സബ്സ്ട്രേറ്റ്. ഇനി ഫ്രീ സബ്സ്ട്രേറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്യുകയാണ് എൻസൈംസിനെ എങ്കിൽ അതിനെയാണ് നമ്മൾ സെക്കൻഡ് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണം. അതിന് എക്സാമ്പിളാണ് മഗ്നീഷ്യം 2+ ഇൻ റിയാക്ഷൻസ് വിച്ച് ഇൻവോൾവ് ന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ്സ് ഉള്ള റിയാക്ഷൻസിനകത്ത് മഗ്നീഷ്യം 2+ ഈ സബ്സ്ട്രേറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. ഇൻ ദിസ് കേസ് സബ്സ്ട്രേറ്റ് ആക്ടിവേറ്റർ കോംപ്ലക്സ് ഇസ് എ ട്രൂ റിയാക്ടൻ റാദർ ദാൻ ദ ഫ്രീ സബ്സ്ട്രേറ്റിനേക്കാൾ സബ്സ്ട്രേറ്റും ഈ ആക്ടിവേറ്ററും തമ്മിലുള്ള കോംപ്ലക്സ് ആണ് ഇവിടെ ട്രൂ റിയാക്റ്റൻറ്റിൻ്റെ റോള് പ്ലേ ചെയ്യുന്നത്.
നെക്സ്റ്റ് കാറ്റഗറിയാണ് ആക്ടിവേറ്റേഴ്സ് വിച്ച് സ്റ്റെബിലൈസ് ദ സ്പെസിഫിക് കൺഫർമേഷൻ ഓഫ് ദ എൻസൈം ടു എൻഷുർ മാക്സിമം കാറ്റലിറ്റിക്കൽ എഫിഷ്യൻസി. ആക്ടിവേറ്റേഴ്സ് സ്പെസിഫിക് എൻസൈമിൻ്റെ സ്പെസിഫിക് കൺഫർമേഷൻ സ്റ്റെബിലൈസ് ചെയ്യുന്നു ടു എൻഷുർ മാക്സിമം കാറ്റലിറ്റിക്കൽ എഫിഷ്യൻസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് എക്സാമ്പിളാണ് മോണോവാലൻ കാറ്റയോൺ സച്ച് എസ് സോഡിയം, പൊട്ടാസ്യം, അമ്മോണിയ എക്സെട്ര. സോഡിയം, പൊട്ടാസ്യം, അമോണിയ പോലുള്ള മോണോവാലൻ കാറ്റയോൺസ്. എൻസൈം ആക്ടിവേഷൻ ബൈ മെറ്റാലിക് അയോൺസ് ഇസ് എഫക്റ്റഡ് ബൈ എ വെറൈറ്റി ഓഫ് മെക്കാനിസംസ്. മെറ്റാലിക് അയോൺസ് വഴിയുള്ള എൻസൈം ആക്ടിവേഷനെ ഇഫക്റ്റ് ചെയ്തുകൊണ്ട് ഒരു വെറൈറ്റി ഓഫ് മെക്കാനിസംസ് ഉണ്ട്. ഇൻ മെനി കേസസ് ദേ ഫെസിലിറ്റേറ്റ് ദ എൻസൈം സബ്സ്ട്രേറ്റ് ബൈൻഡിങ് ബൈ സെർവിങ് ആസ് ബ്രിഡ്ജ് ബോൺസ്. ചില കേസസിനകത്ത് അത് എൻസൈം സബ്സ്ട്രേറ്റ് ബൈൻഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ബ്രിഡ്ജ് ബോൺസ് ഫോം ചെയ്തുകൊണ്ടാണ്. ഇൻ സം കേസസ് ദേ ഫോം പാർട്ട് ഓഫ് ദ കാറ്റലിറ്റിക്കൽ സെൻറ്റർ. ചില കേസസിനകത്ത് അവർ കാറ്റലിറ്റിക്കൽ സെൻറ്ററിൻ്റെ പാർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. In rare instances, they link with the free substrates and form a metallo-substrate complex, which is more advantageous for enzyme action. Rare ഇൻസ്റ്റൻസസിനകത്ത് അവർ ഫ്രീ എൻസൈമുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് മെറ്റാലോ സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യാറുണ്ട്. അത് കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ആണ് എൻസൈം ആക്ഷന്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ആക്ടിവേഷൻ ഓഫ് സിമ്പിൾ എൻസൈംസ് ബൈ കൈനേസസ്. സം എൻസൈംസ്, especially some proteolytic enzymes, are synthesized in their inactive form known as proenzymes. ചില എൻസൈംസ് എക്സ്പെഷ്യലി പ്രോട്ടീനും കൊണ്ടുള്ള എൻസൈംസ് ഇനാക്റ്റീവ് ഫോം ആയിട്ടുള്ള പ്രോ എൻസൈംസ് അല്ലെങ്കിൽ സൈമോജൻസ് അല്ലെങ്കിൽ എൻസൈം പ്രിക്കേഴ്സേഴ്സ് ആയിട്ടാണ് സിന്തസൈസ് ചെയ്യുന്നത്. ദർ ആക്ടിവേറ്റഡ് ബൈ സ്പെസിഫിക് ആക്ടിവേറ്റിംഗ് സബ്സ്റ്റൻസസ് ഓർ എൻസൈംസ് കോൾഡ് കൈനേസസ്. ഇനി അവരെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവേറ്റിംഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കൈനേസസ് പ്രസൻ്റ് ആണ്. For example, the gastric proenzyme pepsinogen is transformed to active pepsin by HCl. ഗ്യാസ്ട്രിക് പ്രോഎൻസൈം ആയിട്ടുള്ള പെപ്സിനോജനെ പെപ്സിനാക്കി മാറ്റാനായിട്ട് HCl എന്ന് പറഞ്ഞൊരു ആക്ടിവേറ്ററാണ് അവിടെ റോള് പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കൈനേസ് ആണ് അവിടെ റോള് പ്ലേ ചെയ്യുന്നത്. HCl കൈനേസ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എങ്കിലും. The pancreatic proenzyme trypsinogen is transformed to trypsin by the intestinal enzyme enterokinase. ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എൻട്രോകൈനേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമാണ്. അതൊരു കൈനേസാണ്. മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് ഇൻവോൾവ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ് ആർ ഇനീഷ്യലി പ്രോ എൻസൈംസ്. ബ്ലഡ് ക്ലോട്ടിങ്ങിനുള്ള മിക്ക എൻസൈംസും പ്രോ എൻസൈംസ് ആണ്. കാരണം അവരെപ്പോഴും നമ്മുടെ ബോഡിയിൽ ആക്റ്റീവായിട്ട് വേണമെന്ന് നിർബന്ധമില്ല. ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ സമയത്ത് അവർ ആക്റ്റീവ് ഫോമിലോട്ട് മാറിയാൽ മതി. സോ അവരെല്ലാവരും തന്നെ പ്രോ എൻസൈംസ് ആയിരിക്കും ഇനീഷ്യലി കാണാറുള്ളത്. അതിന് എക്സാമ്പിളാണ് ത്രോംബോപ്ലാസ്റ്റിനോജൻ, ത്രോംബോജൻ എക്സെട്ര. ദേ ആർ ആക്ടിവേറ്റഡ് ബൈ സ്പെസിഫിക് കൈനേസ്. സ്പെസിഫിക് കൈനേസ് ആണ് അവർ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ദ ആക്ടിവേഷൻ ഓഫ് പ്രോ എൻസൈം സീം ടു ഇൻവോൾവ് ദ റിമൂവൽ ഓഫ് എ ഷോർട്ട് പെപ്റ്റൈഡ് യൂണിറ്റ് ഫോളോഡ് ബൈ സം സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ മോളിക്യൂൾ. ഇനി സ്പെസിഫിക് കൈനേസ് അവരെ ആക്ടിവേറ്റ് ചെയ്യാൻ നേരത്ത് അവരുടെ ഒരു ഷോർട്ട് പോളിപെപ്റ്റൈഡ് യൂണിറ്റിനെ റിമൂവ് ചെയ്ത് കളയുകയും കുറച്ച് സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തുകയും ചെയ്യാറുണ്ട്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ആക്ടിവേഷൻ ഓഫ് കോൺജുഗേറ്റഡ് എൻസൈംസ് ബൈ cofactors. Cofactors are actively involved in accelerating the binding and catalytical conversion of the substrate. Cofactors ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ബൈൻഡിങ്ങിനായാലും അതുപോലെ സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റാനുള്ള കാറ്റലിറ്റിക്കൽ കൺവേർഷനകത്ത്. ഇൻ സം കേസസ് ദേ സെർവ് എസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ സബ്സ്ട്രേറ്റ് ആൻഡ് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി എൻസൈം. ചില കേസസിനകത്ത് സബ്സ്ട്രേറ്റും ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി എൻസൈമും നമ്മൾ ബ്രിഡ്ജായിട്ട് അവർ ആക്ട് ചെയ്യാറുണ്ട്. Often substrate concentration may activate enzymes. ചിലപ്പോൾ substrate concentration enzymes ആക്ടിവേറ്റ് ചെയ്യാറുമുണ്ട്. The accumulation of the initial substrate of a metabolic chain activates an initial enzyme of that chain. This is called precursor activation. മെറ്റബോളിക് പാത്വേക്കകത്ത് ഒരു ഇനീഷ്യൽ സബ്സ്ട്രേറ്റിൻ്റെ അക്യുമുലേഷൻ ചിലപ്പോൾ ഇനീഷ്യൽ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യാറുള്ളതിനെയാണ് പ്രിക്കേഴ്സർ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇൻ ടേൺ പ്രിവെൻറ്റ്സ് എക്സസീവ് അക്യുമുലേഷൻ ഓഫ് ദി ഇനീഷ്യൽ സബ്സ്ട്രേറ്റ്. ഇത് ഇനീഷ്യൽ സബ്സ്ട്രേറ്റിൻ്റെ അക്യുമുലേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനായി ഹെൽപ്പ് ചെയ്യുന്നു. ഒരു മെറ്റബോളിക് ചെയിനകത്ത് ഇനീഷ്യൽ സബ്സ്ട്രേറ്റ് അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇനീഷ്യൽ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് പ്രിക്കേഴ്സർ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇനീഷ്യൽ സബ്സ്ട്രേറ്റ് എക്സസീവായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയാണ് എൻസൈം ഇൻഹിബിഷൻ. Enzyme inhibition or inhibition of enzyme action is the lowering of the rate of biochemical reaction. അല്ലെങ്കിൽ ഒരു ബയോകെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യുന്നതിനെയാണ്. ബയോകെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ സ്പീഡ് എൻഹാൻസ് ചെയ്യാനാണ് എൻസൈംസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ആ റേറ്റ് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻസ് ലോവർ ചെയ്യുന്നതിനാണ് ഇൻഹിബിഷൻ ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മേജർ മെക്കാനിസം വിച്ച് റെഗുലേറ്റ് സെല്ലുലാർ മെറ്റബോളിസം.
സെല്ലാർ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു മേജർ മെക്കാനിസമാണ് എൻസൈം ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. The regulator substance which can slow down or even stop enzyme action are called enzyme inhibitors. ഏത് റെഗുലേറ്റർ സബ്സ്റ്റൻസ് ആണോ ഈ എൻസൈം ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യോ സ്ലോ ഡൗൺ ചെയ്യുകയോ ചെയ്യുന്നത് അതിന് നമ്മൾ എൻസൈം ഇൻഹിബിറ്റേഴ്സ് എന്നാണ് പറയാറുള്ളത്. ദേ ബൈൻഡ് വിത്ത് സ്പെസിഫിക് എൻസൈംസ് റിവേഴ്സിബിളി ഓർ ഇറിവേഴ്സിബിളി ആൻഡ് ക്യാൻ ആഡ്വേഴ്സ്ലി ഇഫക്ട് ദ എൻസൈം ആക്ഷൻ. അവർക്ക് സ്പെസിഫിക് എൻസൈംസുമായിട്ട് റിവേഴ്സിബിളായിട്ടോ ഇറിവേഴ്സിബിളായിട്ടോ ബൈൻഡ് ചെയ്ത് എൻസൈമിൻ്റെ ആക്ഷനെ അഡ്വേഴ്സ്ലി ഇഫക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദ ബൈൻഡിങ് വിത്ത് എൻസൈം റെഡ്യൂസസ് ഓർ റിമൂവ്സ് എ കാറ്റലിറ്റിക്കൽ പവർ ഓഫ് ദി എൻസൈം. അവർ എൻസൈംസുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന വഴി എൻസൈംസിൻ്റെ കാറ്റലിറ്റിക്കൽ പവർ റിമൂവ് ചെയ്യുകയും കാറ്റലിറ്റിക്കൽ പവർ റെഡ്യൂസ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യപ്പെടാറുണ്ട്. സം ഡ്രഗ്സ്, ആൻറ്റിബയോട്ടിക്സ്, ടോക്സിൻസ്, നെർവ് ഗ്യാസസ് എക്സ്ട്രാ serve as enzyme inhibitors. Reversible and irreversible inhibition. Enzyme inhibition can be reversible or irreversible. In the former, the catalytical powers of the enzyme can be regained, but in the latter, they get lost forever. റിവേഴ്സിബിൾ ഇൻഹിബിഷൻ ആണെങ്കിൽ എൻസൈമിൻ്റെ കാറ്റലിറ്റിക്കൽ പവർ നമുക്ക് റീഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ റിവേഴ്സിബിൾ ഇൻഹിബിഷൻ ആണെങ്കിൽ അത് നമുക്ക് ലോസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻസ് ആർ മോസ്റ്റ് ആപ്റ്റ്ലി ടേംഡ് ഇറിവേഴ്സിബിൾ ഇനാക്ടിവേഷൻ. റിവേഴ്സിബിൾ ഇൻഹിബിഷനെ ഇറിവേഴ്സിബിൾ ഇനാക്ടിവേഷൻ എന്നും പറയാറുണ്ട്. In reversible inhibition, the inhibitor binds with the functional group or other location of the enzyme reversibly and non-covalently and forms an unstable enzyme inhibitor complex. This complex can dissociate easily, so the inhibitory effect is only transitory. റിവേഴ്സിബിൾ ഇൻഹിബിഷൻ ആണ് എങ്കിൽ ഇൻഹിബിറ്റർ ഒന്നല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ എൻസൈംസിലെ വേറെ ഏതെങ്കിലും ലൊക്കേഷനുമായിട്ട് റിവേഴ്സിബിളായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതായത് നോൺ കോവാലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കോംപ്ലക്സ് പെട്ടെന്ന് തന്നെ ഡിസോസിയേറ്റ് ചെയ്ത് പോവുകയും അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ ഇൻഹിബിറ്ററി ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ ട്രാൻസിറ്ററി ആണ്, വളരെ സ്ലോ റേറ്റ് അല്ലെങ്കിൽ വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം കാണുന്നൊരു ഇഫക്റ്റ് ആയിരിക്കും റിവേഴ്സിബിൾ ഇൻഹിബിഷനകത്ത്. ഇനി irreversible inhibition. In irreversible inhibition or inactivation, the inhibitor or the inactivator binds with the functional group irreversibly and covalently and forms a stable enzyme inhibitor complex. This permanently inactivates the enzyme. This type of enzyme inhibition is independent of the substrate concentration. Poisons, antibiotics, insecticides, etc. irreversible inhibitors. In irreversible inhibition അല്ലെങ്കിൽ ഇനാക്ടിവേഷനകത്ത് ഇൻഹിബിറ്റർ അല്ലെങ്കിൽ ഇനാക്ടിവേറ്റർ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഇറിവേഴ്സിബിൾ ആയിട്ടായിരിക്കും, കോവാലൻ്റ് ബോണ്ട് ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. പെർമനൻ്റ് ആയിട്ട് എൻസൈമിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി റിവേഴ്സിബിൾ ഇൻഹിബിഷനുണ്ട്. ഈ ടൈപ്പ് ഓഫ് എൻസൈം ഇൻഹിബിഷൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് സബ്സ്ട്രേറ്റിൻ്റെ എമൗണ്ട് നമ്മൾ കൂട്ടിയെന്ന് വെച്ച് ഈ ഇൻഹിബിഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. എക്സാമ്പിളാണ് പോയ്സൺസ്, ആൻറ്റിബയോട്ടിക്സ്, ഇൻസെക്ടിസൈഡ്സ് എക്സെട്ര. Based on the nature and mode of action of inhibitors, several kinds of enzyme inhibition can be recognized. The most important ones are competitive inhibition, non-competitive inhibition, uncompetitive inhibition, substrate inhibition and product inhibition. And the first one is competitive inhibition. This is the enzyme inhibition in which the inhibitor is a structural homologue of the substrate. ഈ എൻസൈം ഇൻഹിബിഷനകത്ത് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന സ്ട്രക്ചറൽ ഹോമലോഗ് ആണ്, സ്ട്രക്ചറലി സിമിലർ ആണ് സബ്സ്ട്രേറ്റുമായിട്ട്. ഇറ്റ് ക്യാൻ റിവേഴ്സിബിളി ബൈൻഡ് വിത്ത് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി എൻസൈം ആൻഡ് ദെയർബൈ പ്രിവെൻറ്റ് ദ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഇൻഹിബിറ്റർ റിവേഴ്സിബിളായിട്ട് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യും, അതുവഴി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യും. ഇറ്റ് കോമ്പീറ്റ്സ് വിത്ത് ദ സബ്സ്ട്രേറ്റ് ഫോർ ദ സെയിം ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം. ഇവിടെ ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ട്രക്ചറലി സെയിം ആണ് സബ്സ്ട്രേറ്റുമായിട്ട്. അതുകൊണ്ട് തന്നെ ഇവർ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് സബ്സ്ട്രേറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് ഒക്യുപ്പൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇൻഹിബിറ്റർ. If it wins a competition, it reversibly binds with the enzyme at or near the active site and forms an enzyme inhibitor complex. ഇനി ഈ കോമ്പറ്റീഷനിൽ ഇൻഹിബിറ്ററാണ് ജയിക്കുന്നതെങ്കിൽ അത് റിവേഴ്സിബിളായിട്ട് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യും അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ, അങ്ങനെ എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ഹൗവർ ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് ട്രാൻസ്ഫോം ടു ദ പ്രോഡക്റ്റ്. ഇത് പ്രൊഡക്റ്റായിട്ട് മാറില്ല കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആണ് എങ്കിൽ. അറ്റ് ദ ടൈം an enzyme can combine either with the substrate or with an inhibitor and never with both. ഒരു സമയത്ത് ഒന്നല്ലെങ്കിൽ സബ്സ്ട്രേറ്റുമായിട്ട് അല്ലെങ്കിൽ ഇൻഹിബിറ്ററുമായിട്ടാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനിലെ എൻസൈമിനെ ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, രണ്ടുമായിട്ടും ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല.
So either an enzyme substrate complex or an enzyme inhibitor complex could be formed and never an enzyme substrate inhibitor complex. സോ ഒന്നല്ലെങ്കിൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സോ അല്ലെങ്കിൽ എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സോ ആണ് ഫോം ചെയ്യുന്നത്, ഒരിക്കലും എൻസൈം സബ്സ്ട്രേറ്റ് ഇൻഹിബിറ്റർ കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നില്ല. ദാസ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ അപ്പിയേഴ്സ് ടു ഇൻഹിബിറ്റ് എൻസൈം ആക്ഷൻ ബൈ ഇൻഹിബിറ്റിംഗ് ദ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അപ്പോൾ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനകത്ത് എൻസൈം ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിങ് ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ്. സിൻസ് ദ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആൻഡ് ദ സബ്സ്ട്രേറ്റ് ആർ സ്റ്റെറിക്കലി സിമിലർ, കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ഇസ് ഓൾസോ കോൾഡ് ഐസോസ്റ്റെറിക് ഇൻഹിബിഷൻ. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനും സബ്സ്ട്രേറ്റും കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്ററും സബ്സ്ട്രേറ്റും സ്ട്രക്ചറലി സിമിലർ ആയതുകൊണ്ട് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ നമ്മൾ ഐസോസ്റ്റെറിക് ഇൻഹിബിഷൻ എന്നും പറയാറുണ്ട്. A classical example of competitive inhibition is the effect of malonic acid on succinic acid dehydrogenase. സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈം സക്സിനിക് ആസിഡിനെ ഫ്യൂമാരിക് ആസിഡ് ആക്കുന്ന എൻസൈമാണ്. ഇവിടെ ഇൻഹിബിറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന മലോണിക് ആസിഡാണ്. മലോണിക് ആസിഡ് ചെന്ന് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്യുവാണ് സക്സിനിക് ആസിഡ് എന്ന സബ്സ്ട്രേറ്റിനെ. The degree of competitive inhibition is directly proportional to the relative concentration of the inhibitor and also to its affinity for the enzyme. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ അളവ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഇൻഹിബിറ്ററിൻ്റെ റിലേറ്റീവ് കോൺസെൻട്രേഷനുമായിട്ട്, അതുപോലെ എൻസൈമിൻ്റെ അഫിനിറ്റി ആയിട്ട്. ബട്ട് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് ആൻഡ് ഇറ്റ്സ് അഫിനിറ്റി ഫോർ ദ എൻസൈം. ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനും അതുപോലെ അഫിനിറ്റി ഫോർ ദ എൻസൈമുമായിട്ടാണ്. So competitive inhibition can be avoided or reversed by the addition of the substrate in large excess. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ട്രേറ്റ് ലാർജ് എമൗണ്ടിൽ കൊടുത്താൽ മതി. സബ്സ്ട്രേറ്റ് ലാർജ് എമൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ സബ്സ്ട്രേറ്റ് തന്നെ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യും. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യും എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സിന് പകരമായിട്ട്. എന്നിട്ടത് പ്രോഡക്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയാണ് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. This is the enzyme inhibition in which the inhibitor prevents the catalytical conversion of the substrate to the product. സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റാക്കി മാറ്റാനായിട്ട് സമ്മതിക്കില്ലാത്തൊരു, അതായത് അതിനെ കൺവേർഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നൊരു ഇൻഹിബിഷനാണ് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. സോ the inhibitor never blocks the enzyme substrate complexing but only interferes with the conversion of the enzyme substrate complex to the enzyme product complex. ഇവിടെ ഇൻഹിബിറ്റർ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ഒരിക്കലും പ്രിവെൻറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇൻ്റർഫിയർ ചെയ്യുന്നത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനെ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറാനായിട്ട് സമ്മതിക്കുന്നില്ല. ദിസ് ഇൻ ടേൺ റെഡ്യൂസസ് എ ടേൺ ഓവർ നമ്പർ. അങ്ങനെ ടേൺ ഓവർ നമ്പർ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനകത്ത്. ഓൺ ദി ഹോൾ ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ഡസ് നോട്ട് അഫക്ട് ദ Km ബട്ട് ഓൺലി ഡിക്രീസസ് എ Vmax ആൻഡ് റെഡ്യൂസസ് എ K3. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ Km വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഡിക്രീസ് ചെയ്യുന്നത് Vm വാല്യൂവിനെയും അതുപോലെ Vmaxനെയും അതുപോലെ K3നെയാണ് അത് റെഡ്യൂസ് ചെയ്യുന്നത്. ഹെവി മെറ്റൽസ് ലൈക്ക് മെർക്കുറി, മഗ്നീഷ്യം, lead etc., drugs, poisons, pesticides etc. can act as non-competitive inhibitors. The cyanide can inhibit cytochrome oxidase, fluoride can inhibit enolase. ഹെവി മെറ്റൽസും ഡ്രഗ്സും പോയിസൺസും പെസ്റ്റിസൈഡ്സും ഒക്കെയാണ് സാധാരണയായിട്ട് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. സൈനൈഡ് സൈറ്റോക്രോം ഓക്സിഡേസ് എൻസൈമിനെ, അതുപോലെ ഫ്ലൂറൈഡ് ഇനോളേസ് എന്ന് പറഞ്ഞ എൻസൈമിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഈ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനെ തന്നെ നമ്മൾ അലോസ്റ്ററിക് ഇൻഹിബിഷൻ എന്നും പറയാറുണ്ട്. അലോസ്റ്ററിക് ഇൻഹിബിഷൻ അല്ലെങ്കിൽ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ കാണിച്ചേക്കുന്നതാണ്. ഇൻഹിബിറ്റർ ബൈൻഡ്സ് ടു ദ അലോസ്റ്ററിക് സൈറ്റ് ഓഫ് എൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് കോസിങ് ഇനാക്ടിവേഷൻ. ഇത് കൂടാണ്ട് ഈ ഡയഗ്രത്തിനകത്ത് അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനും കാണിച്ചിട്ടുണ്ട്. ഇൻഹിബിറ്റർ ബൈൻഡ്സ് ടു ആൻ അലോസ്റ്ററിക് സൈറ്റ് ഓഫ് ദ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് കോസിങ് ഇനാക്ടിവേഷൻ. Non-competitive inhibitor is not structurally similar to the substrate. The substrate to structurally similar alla non-competitive inhibitor എന്ന് പറഞ്ഞാൽ. So it never competes with the substrate for binding with the active site of the enzyme, nor does it prevent the enzyme substrate complex. ഇത് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് അതൊരിക്കലും പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. ഓൺ ദ അതർ ഹാൻഡ് both the substrate and the inhibitor simultaneously bind with the enzyme forming an enzyme substrate inhibitor complex. ഇതിനകത്ത് സബ്സ്ട്രേറ്റും ഇൻഹിബിറ്ററും സൈമൾട്ടേനിയസ് ആയിട്ട് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് ഇൻഹിബിറ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. The non-competitive inhibitor will not usually bind with or modify the contact site
It binds either with the catalytical site or anywhere outside the active site. നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ സാധാരണയായിട്ട് ബൈൻഡ് ചെയ്യുകയോ കോണ്ടാക്ട് സൈറ്റിനെ മോഡിഫൈ ചെയ്യുകയോ ചെയ്യാറില്ല. അത് ഒന്നല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുന്ന കാറ്റലിറ്റിക്കൽ സൈറ്റുമായിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആക്റ്റീവ് സൈറ്റ് അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ആണ് പോയി ബൈൻഡ് ചെയ്യാറുള്ളത്. ബൈൻഡിങ് ഒക്കേഴ്സ് മോസ്റ്റ്ലി ത്രൂ കോവാലൻറ്റ് ബോണ്ടിങ് വഴിയാണ് ബൈൻഡിങ് നടക്കുന്നത്. ബൈൻഡിങ് വിത്ത് ദ കാറ്റലിറ്റിക്കൽ സൈറ്റ് ഡയറക്ട്ലി ബ്ലോക്സ് എൻസൈം കറ്റാലിസിസ്. കാറ്റലിറ്റിക്കൽ സൈറ്റുമായിട്ട് ബൈൻഡ് ചെയ്ത വഴി എൻസൈം കറ്റാലിസിസ് പെർമനൻ്റ് ആയിട്ട് ഡയറക്റ്റായിട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബൈൻഡിങ് ഔട്ട്സൈഡ് ദ ആക്റ്റീവ് സൈറ്റ് ഇൻഡ്യൂസസ് കൺഫർമേഷണൽ ചേഞ്ചസ് ഇൻ ദ എൻസൈം മോളിക്യൂൾ. ഇനി ആക്റ്റീവ് സൈറ്റിന് പുറമേ ഉള്ള വേറെ ഏതെങ്കിലും സ്ഥലത്താണ് ബൈൻഡിങ് നടക്കുന്നതെങ്കിൽ അത് കൺഫർമേഷണൽ ചേഞ്ചസ് ആണ് എൻസൈം മോളിക്യൂളിൽ ഉണ്ടാക്കുന്നത്. This in turn affects the structure of the catalytical site and prevents its action with the substrate. ഇത് കാറ്റലിറ്റിക്കൽ സൈറ്റിൻ്റെ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി അതിൻ്റെ സബ്സ്ട്രേറ്റിലുള്ള ആക്ഷനെ affect ചെയ്യുന്നുണ്ട്. The rate of non-competitive inhibition is directly proportional to the concentration of the inhibitor and its affinity for the enzyme. നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്ററിൻ്റെ റേറ്റ് ഡിറ്റർമൈൻ അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് ഇൻഹിബിറ്ററിൻ്റെ കോൺസെൻട്രേഷൻ ആയിട്ടും അതുപോലെ എൻസൈമുമായിട്ടുള്ള അതിൻ്റെ അഫിനിറ്റി ആയിട്ടാണ് അത് പ്രൊപ്പോർഷണൽ ആയിട്ടിരിക്കുന്നത്. നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ഇസ് നോട്ട് ഫുള്ളി റിവേഴ്സിബിൾ. അതൊരു ഫുള്ളി റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ അല്ല നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. സോ ആൻ എക്സസ് ഓഫ് ദ സബ്സ്ട്രേറ്റ് ഈസ് ഓഫ് നോ യൂസ് ഇൻ റിമൂവിങ് ദ ഇൻഹിബിഷൻ. സബ്സ്ട്രേറ്റ് എക്സസ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻഹിബിഷൻ മാറുന്നില്ല. Delocking of non-competitive inhibition can be accomplished by inhibitor binding substances called reactivators. ഇവിടെ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇൻഹിബിറ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആയിട്ടുള്ള റിയാക്ടിവേറ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദ ഇനാക്ടിവേറ്റ് ദ ഇൻഹിബിറ്റർ ഓർ പുൾ ഇറ്റ് ഔട്ട് ഫ്രം ദ എൻസൈം. അവർ ഇൻഹിബിറ്ററിനെ ഇനാക്ടിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ എൻസൈമിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരികയോ ചെയ്യാനായിട്ട് റോള് പ്ലേ ചെയ്യുന്നു. നെക്സ്റ്റ് കാറ്റഗറിയാണ് അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. ദിസ് ഇസ് എ ഇൻഹിബിഷൻ ഇമ്പോസ്ഡ് ബൈ ആൻ ഇൻഹിബിറ്റർ വിച്ച് ഹാസ് എ ഹൈ അഫിനിറ്റി ഫോർ ദ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഓൺലി. ഇൻഹിബിഷൻ ഇമ്പോസ് ചെയ്യുന്ന ഇൻഹിബിറ്റർ തന്നെയാണ്, അതിന് ഹൈ അഫിനിറ്റി ആയിരിക്കും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സുമായിട്ട്. സോ ഇറ്റ് കമ്പൈൻസ് ഓൺലി വിത്ത് ആൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്, നോട്ട് വിത്ത് ദ ഫ്രീ എൻസൈം. സോ ഇത് കമ്പൈൻ ചെയ്യുന്ന എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സുമായിട്ടാണ്, ഫ്രീ എൻസൈമുമായിട്ടല്ല. ദ അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ഫസ്റ്റ് ഫെസിലിറ്റേറ്റ്സ് ടൈറ്റ് എൻസൈം സബ്സ്ട്രേറ്റ് ബൈൻഡിങ്. Then it binds to the substrate part of this complex and inhibits the enzyme action. അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആദ്യം എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ ടൈറ്റ് ആയിട്ടുള്ളൊരു ബൈൻഡിങ് നടന്നില്ലേ എന്നുള്ളത് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ടാണ് ഫസ്റ്റ് റോൾ പ്ലേ ചെയ്യുന്നത്. എന്നിട്ട് അത് സബ്സ്ട്രേറ്റിൻ്റെ പാർട്ടുമായിട്ടാണ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് അത് എൻസൈം ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. Thus uncompetitive inhibition mainly depends upon the affinity of the inhibitor for the substrate. ഇവിടെ മെയിനായിട്ട് റോള് പ്ലേ ചെയ്യുന്ന ഇൻഹിബിറ്ററിന് സബ്സ്ട്രേറ്റിനോടുള്ള അഫിനിറ്റിയാണ്. It is also apparent that the enzyme substrate complex is more effective in the presence of the inhibitor. ഇൻഹിബിറ്ററിൻ്റെ പ്രസൻസിനകത്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് മോർ എഫക്റ്റീവ് ആണ് അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനകത്ത്. Uncompetitive inhibition cannot be overcome by increasing the substrate concentration. നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് എക്സാമ്പിളാണ് ദ ഇൻഹിബിഷൻ ഓഫ് പ്ലാസൻ്റൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ബൈ ഫീനൈൽ അലാനിൻ. പ്ലാസൻ്റൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിനെ ഫീനൈൽ അലാനിൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ വഴിയാണ്. ഇവിടെ നമുക്ക് കഴിഞ്ഞാൽ മനസ്സിലാക്കും, എൻസൈം ഉണ്ട്, അതിനകത്തൊരു സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. സബ്സ്ട്രേറ്റിന് അടുത്ത് തന്നെയായിട്ടാണ് ഒരു അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. സോ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനകത്തേക്കാണ് അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഹിബിഷനാണ് സബ്സ്ട്രേറ്റ് ലിങ്ക്ഡ് ഇൻഹിബിഷൻ. Substrate inhibition is the inhibition of the enzyme action by an excessive substrate concentration disproportionate to enzyme concentration. എൻസൈം കോൺസെൻട്രേഷനേക്കാൾ കൂടുതൽ എമൗണ്ട് ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഉണ്ട് എങ്കിൽ എൻസൈമിൻ്റെ ആക്ഷൻ ഇൻഹിബിറ്റഡ് ആവും. അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് ലിങ്ക്ഡ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് സബ്സ്ട്രേറ്റ്സ് binds with the enzyme not only at the active site but also everywhere. So it will not be subjected to catalytical conversion. ഇവിടെ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ എമൗണ്ട് പ്രസൻറ്റ് ആയതുകൊണ്ട് സബ്സ്ട്രേറ്റ് ആക്റ്റീവ് സൈറ്റിൽ മാത്രമല്ല ബൈൻഡ് ചെയ്യുക, പക്ഷേ എൻസൈമിൻ്റെ ബാക്കി സ്ഥലങ്ങളിലും പോയി ബൈൻഡ് ചെയ്യും. അങ്ങനെ കാറ്റലിറ്റിക്കൽ കൺവേർഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് ഇൻ ടു പ്രോഡക്റ്റ് നടക്കില്ല. Moreover, such an enzyme substrate complex makes the enzyme molecule inactive. ഇനി അങ്ങനെയുള്ള എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എൻസൈം മോളിക്യൂളിനെ ഇനാക്റ്റീവ് ആക്കി മാറ്റുകയും ചെയ്യും. Substrate linked inhibition disappears when substrate concentration
ഫെയിൽസ് ടു നോർമൽ. ഇൻ സബ്സ്ട്രേറ്റ് ലിങ്ക് ഇൻഹിബിഷൻ ഡിസപ്പിയർ ചെയ്യുന്നത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നോർമൽ ലെവലിൽ എത്തിയില്ലെങ്കിലാണ്. സബ്സ്ട്രേറ്റ് ഇൻഹിബിഷൻ ഇസ് പെക്യുലിയർ ഇൻ ദാറ്റ് ദ സബ്സ്ട്രേറ്റ് ഇസ് ഏബിൾ ടു ഇൻഹിബിറ്റ് ദ എൻസൈം ആക്ഷൻ ഓൺ ഇറ്റ്സ് ഓൺ മോളിക്യൂൾ. ദിസ് ഇസ് ലെസ് കോമൺ. സബ്സ്ട്രേറ്റ് ഇൻഹിബിഷൻ പെക്യുലിയർ ആവുന്ന സബ്സ്ട്രേറ്റിന് എൻസൈം ആക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് വരും അതിൻ്റെ തന്നെ മോളിക്യൂൾ. ഇത് ഭയങ്കര ലെസ് കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നെക്സ്റ്റ് ഇതാണ് പ്രോഡക്റ്റ് ഇൻഹിബിഷൻ. In some metabolic pathways, the product of the reaction may not be much different from the substrate of the previous reaction, which is one or more steps behind. ചില മെറ്റബോളിക് പാത്വേസിനകത്ത് ഒരു റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല പ്രീവിയസ് റിയാക്ഷൻ്റെ സബ്സ്ട്രേറ്റുമായിട്ട്, കുറച്ച് സ്റ്റെപ്സ് മുമ്പുള്ള സബ്സ്ട്രേറ്റുമായിട്ട്. സോ സച്ച് എ പ്രോഡക്റ്റ് മേ കോമ്പീറ്റ് വിത്ത് ദ സബ്സ്ട്രേറ്റ് ഓഫ് ദ പ്രീവിയസ് റിയാക്ഷൻ. സോ അങ്ങനെയുള്ള കേസസിനകത്ത് ആ പ്രോഡക്റ്റ് പ്രീവിയസ് റിയാക്ഷൻ്റെ സബ്സ്ട്രേറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യും എൻസൈം ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈമിന് വേണ്ടി. ദിസ് ഇസ് കോൾഡ് പ്രോഡക്റ്റ് ഇൻഹിബിഷൻ, ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ഓർ നെഗറ്റീവ് ഇൻഹിബിഷൻ. അതായത് ചില മെറ്റബോളിക് പാത്വേസിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് സബ്സ്ട്രേറ്റ് വേറൊരു അതിനു മുമ്പ് കുറേ മുമ്പ് ആക്ട് ചെയ്യുന്ന ഒരു എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റ് ആയിരിക്കാം അത്. സോ അങ്ങനെയുള്ള ആ പ്രോഡക്റ്റ് മറ്റേ സബ്സ്ട്രേറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ഇൻഹിബിഷൻ. ഇവിടെ ഒരു റിയാക്ഷൻ്റെ പ്രോഡക്റ്റാണ് വേറൊരു സബ്സ്ട്രേറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് വേറൊരു എൻസൈമിനെ ഇനാക്റ്റീവ് ആക്കി മാറ്റുന്നത്. എൻ പ്രോഡക്റ്റ് ഇൻഹിബിഷൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ സെയിം മെക്കാനിസമാണ് നമ്മളിപ്പോൾ പറഞ്ഞതുമായിട്ട്. It operates as a natural regulatory mechanism in cells. Some metabolic pathways have built-in mechanisms for self-regulation. In them, the enzyme of the initial reaction acts as a regulator enzyme or pacemaker enzyme, and the end product of the reaction chain acts as an inhibitor of the reaction. End product അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഇൻഹിബിഷനകത്ത് ഇനീഷ്യൽ റിയാക്ഷൻ്റെ എൻസൈം എന്ന് പറയുന്നത് റെഗുലേറ്റർ എൻസൈം അല്ലെങ്കിൽ പേസ് മേക്കർ എൻസൈമായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ എൻ പ്രോഡക്റ്റ്, ആ റിയാക്ഷന് എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻഹിബിറ്റർ ഓഫ് ദിസ് എൻസൈമായിട്ട് ആ എൻസൈമിനെ ഇൻഹിബിറ്ററായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. ദിസ് റെഗുലേറ്റർ എൻസൈം ഇനീഷ്യേറ്റ്സ് എ റിയാക്ഷൻ ചെയിൻ വിച്ച് പ്രൊസീഡ്സ് ത്രൂ സെവറൽ ഇൻ്റർമീഡിയറ്റ് റിയാക്ഷൻ ആൻഡ് പ്രോഡക്ട്സ് ആൻഡ് ഫൈനലി ലീഡ് ദ എൻ പ്രോഡക്റ്റ്. ഈ റെഗുലേറ്ററി എൻസൈം ഈ റിയാക്ഷൻ ചെയിൻ ഇനീഷ്യേറ്റ് ചെയ്യും, കുറേ സ്റ്റെപ്സ് അത് ഫോളോ ചെയ്യും, ഇൻ്റർമീഡിയറ്റ് റിയാക്ഷൻസ് ഒക്കെ നടത്തി കുറേ സ്റ്റെപ്സ് അത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് ആ പ്രോഡക്ട്സ് ഫൈനലി എൻ പ്രോഡക്ട്സ് ഫോം ചെയ്യുകയും ഫൈനലി ആ എൻ പ്രോഡക്റ്റ് ആദ്യത്തെ പേസ് മേക്കർ എൻസൈമിൻ്റെ ആക്ടിവിറ്റീനെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. എൻ പ്രോഡക്റ്റ് എക്സസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ആദ്യത്തെ റിയാക്ഷനെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ആക്ടിവിറ്റി ഓഫ് ദ പേസ് മേക്കർ എൻസൈം ഇൻ ടേൺ ഇസ് റെഗുലേറ്റഡ് ബൈ ദ എക്സസീവ് കോൺസെൻട്രേഷൻ ഓഫ് ദ എൻ പ്രോഡക്റ്റ്. Too much of the end product accumulates within the cell, an automated control system operates to stop its further function. Too much ആയിട്ടുള്ള എൻ പ്രോഡക്റ്റ് അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു കൺട്രോൾ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തിട്ട് ഫർദർ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് ദ എൻ പ്രോഡക്റ്റ് ഇൻഹിബിറ്റ്സ് ആക്ഷൻ ഓഫ് ദ റെഗുലേറ്റർ എൻസൈം ആൻഡ് ദെയർബൈ പ്രിവെൻറ്റ്സ് ഓൺസെറ്റ് ഓഫ് ദ മെറ്റബോളിക് പാത്വേ. എൻ പ്രോഡക്റ്റ് റെഗുലേറ്റർ എൻസൈം അല്ലെങ്കിൽ ആദ്യത്തെ എൻസൈമിൻ്റെ ആക്ടിവിറ്റീനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ്, അതുവഴി മെറ്റബോളിക് പാത്വേ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ആക്ട് ആസ് ആൻ അലോസ്റ്ററിക് ഇൻഹിബിറ്റർ ആൻഡ് റിവേഴ്സിബിളി ബൈൻഡ്സ് വിത്ത് ദ അലോസ്റ്ററിക് സൈറ്റ് ഓഫ് ദി എൻസൈം. ഇതൊരു അലോസ്റ്ററിക് ഇൻഹിബിറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, എന്നിട്ട് അലോസ്റ്ററിക് സൈറ്റിലാണ് പോയി ബൈൻഡ് ചെയ്യുന്നത്. റിവേഴ്സിബിൾ ബൈൻഡിങ് ആണ് അലോസ്റ്ററിക് സൈറ്റിനകത്ത്. ദിസ് ബൈൻഡിങ് ബ്രിങ്സ് അബൌട്ട് ദ കൺഫർമേഷണൽ ചേഞ്ചസ് ഇൻ ദി എൻസൈം, adversely affects the reactivity of its catalytical site and ultimately makes the enzyme inactive. This is called end product inhibition. ഈ ബൈൻഡിങ് വഴി കൺഫർമേഷണൽ ചേഞ്ചസ് എൻസൈമിനുണ്ടാവും, അത് അതിൻ്റെ കാറ്റലിറ്റിക്കൽ സൈറ്റിലെ റിയാക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ എൻസൈം അൾട്ടിമേറ്റ് ആയിട്ട് ഇനാക്റ്റീവായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ എൻ പ്രോഡക്റ്റ് ഇൻഹിബിഷൻ, ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ അല്ലെങ്കിൽ അലോസ്റ്ററിക് ഇൻഹിബിഷൻ എന്നും പറയാറുണ്ട്. ഈ സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എൻ പ്രോഡക്റ്റ് ഇൻഹിബിഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ ഒരു എൻസൈം, ഈ കാണിച്ചിരിക്കുന്ന ഒരു എൻസൈം, ആ എൻസൈമിനകത്ത് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്തു, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള അടുത്ത സബ്സ്ട്രേറ്റ് അതിൽ നിന്ന് ഫോം ചെയ്തു, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് ഫോം ചെയ്തു, അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ആണ്. ഈ ഇൻ്റർമീഡിയറ്റ് സബ്സ്ട്രേറ്റ് അടുത്ത എൻസൈമുമായിട്ട് കമ്പൈൻ ചെയ്തു, വീണ്ടും ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് ഫോം ചെയ്തു. ഈ സബ്സ്ട്രേറ്റ് വീണ്ടും വേറൊരു എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്തു, അവസാനം എൻ പ്രോഡക്റ്റ് ഫോം ചെയ്തു. ഈ എൻ പ്രോഡക്റ്റ് ആദ്യത്തെ എൻസൈമിൻ്റെ വേറൊരു സൈറ്റിൽ, അലോസ്റ്ററിക് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്ത് സബ്സ്ട്രേറ്റും ഈ എൻസൈമും തമ്മിലുള്ള അഫിനിറ്റീനെ
ബ്ലോക്ക് ചെയ്യുവാണ് എങ്കിൽ, അല്ലെങ്കിൽ ശരിക്കൊരു അഫിനിറ്റി ഫോം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഈ ഹോൾ സ്റ്റെപ്പ് നടക്കാതെ വരും. അതിനെയാണ് നമ്മൾ എൻഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.